ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ 2 സവോള നീളത്തിൽ അരിഞ്ഞത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങും ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ക്യാരറ്റ്, പിന്നെ ഒരു 5-6 പച്ചമുളക്, അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് ഏലക്ക, അതേപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പോൾ നമ്മളൊരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ കടായിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കടായി ഇല്ലാത്തവർക്ക് ഏത് പാത്രമാണ് നമ്മുടെ വീട്ടിൽ ഏതാ ഉപയോഗിക്കണമെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. നമ്മുടെ കറുവാപ്പട്ടയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ ഒരു ഇതിൽ മതി കേട്ടോ കുക്കാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൂ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് നിറവും കളറൊന്നും ആവണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതിപ്പോൾ നല്ലൊരു വെള്ള കളറിലോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ കേട്ടോ. 2-ാം പാലും കൂടെ ചേർത്ത് അപ്പോൾ നമുക്ക് എത്ര ചാറൊക്കെ വേണം അപ്പോൾ അത്രയും കൂട്ടി നമുക്ക് പാലെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് വേവാൻ വെക്കാവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇപ്പം ഞാനിവിടെ ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാവേ. അതും പിന്നെ ഒരു കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി നമുക്ക് വേവാൻ വെക്കാം കേട്ടോ. റെഡി ആയോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണേ. ശകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ പിച്ചിൽ ഉപ്പ് കുറവാണ്. അപ്പോൾ ശകലം കൂടി ചേർക്കാവേ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതൊരു തള വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള സ്റ്റൂ ആയതുകൊണ്ട് ഗ്യാസൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഗ്യാസ് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 അടപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് ഇറക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ സ്റ്റൂ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടേ. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.